السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. صدق الله العلي العظيم. يد الله مع الجماعة من شر في النار. صدق رسوله النبي الكريم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫ് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ പാവനമായി മസ്ജിദിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ വസിയ്യത്ത് ചെയ്യപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ്സിന് ശേഷം അവസാനം ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി മരിക്കുന്ന മുവഫ്ഫഖീങ്ങളിൽ പാപികളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലു ഇമ്രാൻ സൂറത്തിലെ വളരെ സുപ്രധാനമായ ഒരു ആയത്താണ് നമ്മൾ ഓതിയത്. വലാ തഹിനു വലാ തഹ്സനു വബിശ്റൂ ബിൽ വലാ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കി തന്നെയാണ്. ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് ഒരു നിഷ്ക്രിയത്വവും അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം പിടിപെടാതെ അജയ്യമായി മുന്നോട്ട് പോകേണ്ട, ആർജവത്തോടുകൂടെ കുതിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. ധാർമ്മികമായി നമ്മൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായങ്ങൾ നമ്മിൽ നിന്ന് വിദൂരയാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിന് നേരെയുള്ള നയനിലപാടുകളും നിഗൂഢമായി രഹസ്യമായി ഒളിയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം കേട്ടും അറിഞ്ഞും സങ്കടപ്പെട്ട് നിരാശരായി നിൽക്കേണ്ടവരല്ല മുസ്ലിം ഉമ്മത്ത്. ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് പോലും ഏകപക്ഷീയമായി ആലോചനകളില്ലാതെ, ചർച്ചയില്ലാതെ പാസ്സാക്കപ്പെടുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർബന്ധ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങൾക്കും വേണ്ടിയിട്ട് അത് പിൻവലിക്കാമെന്ന് പറയുകയും ചെയ്തുവെങ്കിലും എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആശങ്കയിലാണ് നമ്മുടെ സംസ്ഥാനം പോലും ഉള്ളത്. ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം സമുദായം ശത്രുക്കൾ പലതും തട്ടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ സമ്പത്ത് തട്ടിയെടുക്കുക, നമ്മുടെ മുതല് തട്ടിയെടുക്കുക, നമ്മുടെ ജോലി തട്ടിയെടുക്കുക, ഇതിനേക്കാളേറെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ചരിത്രങ്ങളെ തട്ടിയെടുക്കുക എന്ന് പറയുന്നത്. എപ്പോഴും മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന വലിയ പ്രചോദനം ചരിത്രങ്ങളാണ്. ചരിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴാണ് നമുക്കത് വലിയ ഊർജം കിട്ടുക. ആ ചരിത്രത്തെ ഇന്ന് പലപ്പോഴും വ്യഭിചരിക്കുകയാണ്. ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാടിയാണ്. ഒരു കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ കുറവുകളും നമ്മുടെ വൈകല്യങ്ങളും നമ്മുടെ മുഖത്തുള്ള പാടുകളും മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധിയാക്കാനും നമുക്ക് എത്രത്തോളം ഞാനിപ്പോൾ ഉഷാറായിട്ടുണ്ട് എന്നൊരു ആത്മാഭിമാനം കിട്ടാനൊക്കെയാണ് കണ്ണാടിയിലേക്ക് നോക്കുന്നത്. ഇതുപോലെ മുസ്ലിം ഉമ്മത്തിന്
അവരുടെ കുറവുകൾ തിരുത്താനും അവർക്കുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് വേഗത കൂട്ടാനുമൊക്കെ മുസ്ലിം ഉമ്മത്ത് എപ്പോഴും നോക്കേണ്ടത് ചരിത്രമാകുന്ന കണ്ണാടിയിലേക്കാണ്. ചരിത്രമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ, വിശിഷ്ട ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ചരിത്രത്തിൽ വന്ന കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ, പൂർവികരായ നമ്മുടെ മുൻഗാമികൾ, പൂർവ്വസൂരികൾ നമ്മുടെ രാജ്യത്തിനും നമുക്ക് നൽകിയ സേവനങ്ങളും അവർ നൽകിയ സംഭാവനകളൊക്കെ ശരിക്കും ആ കണ്ണാടിയുടെ മനസ്സിലാകുമ്പോൾ നമുക്കത് വലിയ പ്രചോദനമാകും. ചരിത്രമെന്ന കണ്ണാടിയെയാണ് ഇന്ന് തച്ചുടച്ച് നശിപ്പിക്കാൻ ഇവിടെ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അങ്ങയുടെ ഹൃദയത്തിന് കരുത്ത് കിട്ടാൻ വേണ്ടിയാണ് ചരിത്രങ്ങൾ അങ്ങേക്ക് മുമ്പിൽ ഞാൻ ഓതി തരുന്നത് എന്ന്. പരിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്തിന്റെ പേരാണ് എന്താ അറിയോ? സൂറത്തുൽ ഖസസ്, ചരിത്രങ്ങൾ എന്നാണ് ഒരു സൂറത്തിന്റെ നാമം തന്നെ. അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ട ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക കേന്ദ്ര വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് ആ നയങ്ങളൊക്കെ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടുകയും എന്തായിരുന്നോ യാഥാർത്ഥ്യങ്ങൾ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഉമ്മത്ത് ഉണർന്നു നിൽക്കണമെന്ന് പറയാനുള്ള കാരണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഇതിനെയൊക്കെ തിരുത്താനും ഇരുട്ടിന്റെ ശക്തികളെ തുരത്താനും നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ ഫസീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നിങ്ങൾ ചരിത്രങ്ങളിലേക്ക് നോക്കണം. നിങ്ങൾ കഴിഞ്ഞുപോയ ചരിത്രങ്ങളിലേക്കും കഴിഞ്ഞുപോയ ദിനങ്ങളിലേക്ക് നോക്കണം, കഴിഞ്ഞുപോയ സംഭവങ്ങളിലേക്ക് നോക്കണം. എന്നിട്ട് നിങ്ങൾ ഭൂമിയിലൂടെ കണ്ണോടിക്കണം, നിങ്ങൾ നടക്കണം, ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങണം, ഭൂമിയിലും സഞ്ചരിക്കണം. എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ കഴിഞ്ഞു പോയത് എന്ന ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഖുർആൻ പറയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോണ്ടല്ലോ വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ നിരാശരാവുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. കാരണം അൻതുമുൽ അഅലൗന, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉഷാറുള്ള ആൾക്കാർ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ടോപ്പ്. പക്ഷെ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എങ്കിൽ നമ്മളാണ് ഏറ്റവും ഉന്നതരെന്ന് നമുക്കിന്ന് ബോധ്യപ്പെടാതിരിക്കുകയാണ്. ഒരു പേടിയുടെ ലോകത്ത് നമ്മളെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ എതിരാളികളുടെ ഏറ്റവും വലിയ സ്വപ്നവും. ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെയും ആഗ്രഹങ്ങൾ. അതിന് നമ്മൾ ആരാണ് എന്ന് ആദ്യം നമുക്കൊരു സ്വത്വബോധം വേണം, സെൽഫ് റെസ്പെക്ട് വേണം, ആത്മാഭിമാനം വേണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്, അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, പരിശുദ്ധ ഖുർആനെയും വിശുദ്ധമായ ദീനിനെയും നമ്മളാണ് ലോകത്ത് അവതരിപ്പിച്ചത്. വഇന്നാ ലഹു ലഹാഫിളൂൻ, നിങ്ങൾ പേടിച്ചു ബേജാറാകേണ്ടതില്ല. വിശുദ്ധമായ ദിവ്യ സന്ദേശങ്ങളെ, വേദജ്ഞാനത്തെയും ആത്മപരിജ്ഞാനങ്ങളെയും നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കും. നിങ്ങളെ സപ്പോർട്ടിന്റെ ആവശ്യമില്ലെങ്കിലും ഞാൻ തന്നെ കാത്തു സൂക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? നമ്മോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യണം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അതുകൊണ്ട് തന്നെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തിലെ മഹാന്മാരെയൊക്കെ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും ഹൈദരലിയും ടിപ്പു സുൽത്താനും ബഹാദൂർ ഷാ സഫറും നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മുടെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളെയൊക്കെ തമസ്കരിച്ച് ഇരുട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് അത് മാച്ചു കളയുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, അല്ലാഹു തആല ഒരുത്തന്റെയും മനസ്സിൽ നിന്ന് യാഥാർത്ഥ്യത്തെ മറച്ചു കളയില്ല. നിങ്ങൾക്കറിയോ, മക്ക മുശ്രിക്കീങ്ങളോട് ഒരു സന്ധി നടക്കുന്നുണ്ട്, ഹുദൈബിയ ഒരു സന്ധി നടക്കുന്നുണ്ട്. ശത്രുക്കളോട് സന്ധി നടക്കുമ്പോൾ നിബിതങ്ങളും ശത്രുപക്ഷവും ഒരു കരാറിൽ ഏർപ്പെടുകയാണ്, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. കരാറിൽ ഏർപ്പെടുമ്പോൾ നിബിതങ്ങൾ എഴുതി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ കരാർ എഴുതി മുഹമ്മദ് ഒപ്പിടുമ്പോൾ അള്ളാഹുവിന്റെ ദൂതരായ റസൂലായ മുഹമ്മദ് എന്ന് നിബിതങ്ങൾ ഒപ്പിടുകയാണ്. ഉടനെ തന്നെ ശത്രുക്കൾ പറഞ്ഞു, അത് ഞങ്ങൾ സ്വീകരിക്കൂല, റസൂല് വെട്ടണം, റസൂല് വെട്ടണം, അത് ഞങ്ങൾ അംഗീകരിക്കൂലല്ലോ, നിങ്ങൾ അള്ളാഹിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല, വേണമെങ്കിൽ മുഹമ്മദ് നിട്ടിട്ട് ഒപ്പിട്ടോ, റസൂല് എന്ന് വെട്ടണം. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അതൊരിക്കലും വെട്ടൂല, അതെന്റെ ആദർശമാണ്, അതിന്റെ നിലപാടാണ്, ഒരിക്കലും ഞാൻ വെട്ടൂല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു വാശുക്കും നിന്നില്ല. നബിതങ്ങളവിടെ മസിൽ പിടിച്ചില്ല. നബിതങ്ങൾ വേഗം അത് വെട്ടി. ശത്രുക്കൾ പറഞ്ഞതിനനുസരിച്ച് നബിതങ്ങൾ അവിടെ കീപ്പെട്ടുകൊണ്ട് റസൂലുള്ള എന്നത് വെട്ടി. കാരണം മുത്തനബിതങ്ങൾക്കറിയാം, ആര് വെട്ടിയാലും വെട്ടി മാറ്റിയാലും ആര് മാച്ചാലും ആര് തേച്ചാലും ലോക ചരിത്രത്തിൽ നിന്ന് വായിക്കപ്പെടുകയും തേക്കപ്പെടുകയും ചെയ്യാത്ത യാഥാർത്ഥ്യമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
താൽക്കാലിക വിജയത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ചില നീക്ക് പോക്കുകളൊക്കെ സാധ്യമാകുന്ന ഇടത്ത് ചെയ്യണമെന്ന സന്ദേശം കൂടി മുത്തുനബി തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്. അതൊന്നും ഒരിക്കലും തന്നെ ഭീരുത്വത്തിന്റെ അടയാളമല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഏറ്റവും ഉഷാറാകാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലാക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നമ്മളെപ്പോഴും ഉന്നതരാണെന്ന ബോധം. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കണം. നമ്മളെപ്പോഴും ആരെങ്കിലൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ അതിൽ നിന്ന് ബേജാറായി പോവല്ല ചെയ്യേണ്ടത്. സർക്കസ് കൂടാരത്തിന്റെ മുന്നിൽ വലിയ ആനക്കൂട്ടങ്ങളെ ചൂടിക്കയറുകൊണ്ട് കെട്ടിയ ഒരു കഥയുണ്ട്. സർക്കസിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ 2-3-4 ആനകളെ ചൂടിക്കയറുകൊണ്ട് തളച്ചിട്ടുണ്ട്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ആളുകൾ സർക്കസിന്റെ മാനേജറെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ പൊട്ടന്മാരാണോ? ഇത്രമേൽ ഭീകരമായ, ഇത്രമേൽ വലിയ ഭാരമുള്ള ശക്തിയുള്ള ആനയെ ഈ ഡ്രസ്സ് തൂക്കിയിടുന്ന, അലക്കിയിടുന്ന ചൂട് കയറ് കൊണ്ടാണോ നിങ്ങൾ തളച്ചിടുക? ചെങ്ങല വേണ്ടേന്ന്. അപ്പൊ സർക്കസുകാരൻ പറയുന്നുണ്ട്, ഈ ആനകളെ ഞങ്ങൾ ചെറുപ്പത്തിലെ പരിശീലിപ്പിച്ചപ്പോ ചെറിയ കുട്ടികളാകുമ്പോ തന്നെ ഈ ആനകളെ ഞങ്ങൾ ചൂടിക്കയറ് കൊണ്ടാണ് അതിന്റെ കാലുമ കെട്ടിയിട്ട് തൂണുമ കെട്ടി ബന്ധിച്ചിരുന്നത്, തളച്ചിരുന്നത്. അന്ന് അവർക്ക് ചൂടിക്കയറ് പൊട്ടിക്കാൻ ശക്തി കിട്ടിയിരുന്നില്ല. അപ്പൊ അവർ മനസ്സിലാക്കി ചൂടിക്കയറ് എനിക്ക് പൊട്ടിക്കാൻ കഴിയൂല. അങ്ങനെ തന്നെ ആനകൾ വളർന്നു. ആ ചിന്തയിലും ആ ബോധത്തിലും ആന വളർന്നു. ഇപ്പൊ സംഗതി ആന കാടുന്ന് അനക്കി അത് പൊട്ടിപ്പോകും. പക്ഷെ ആനക്ക് അന്ന് കിട്ടിയ അറിവാണെന്ത്? എനിക്ക് ചൂടിക്കയറ് പൊട്ടിക്കാൻ കഴിയൂല. ആന പിന്നെ കൂടുതൽ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ചൂടിക്കയറ് തന്നെ കെട്ടിക്കിട്ടാലും ആനക്കൊരിക്കലും ആ ചൂടിക്കയറ് പൊട്ടിക്കാനും പൊട്ടിയോടാനും സാധ്യമല്ല. ഞങ്ങൾ പണ്ട് പരിശീലിപ്പിച്ചതിന്റെ ആ ചിന്തയിൽ തന്നെയാണ് ആനയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന്. ആ ചൂടിക്കയറ് കൊണ്ട് എന്നെ തളച്ചിടാമെന്ന് അന്ന് കൊടുത്ത ബോധം ഇന്നും അങ്ങനെ തന്നെയാണുള്ളത്. സത്യം പറഞ്ഞാൽ ഈ രൂപത്തിലാകരുത് മുസ്ലിം ഉമ്മത്ത്. ആരെങ്കിലൊക്കെ നമ്മളെ തളച്ചിടുമ്പോ ഏതെങ്കിലുമൊക്കെ ചെറിയ ഒരു ബില്ല് കൊണ്ടുവന്നോ ചെറിയ നയം കൊണ്ടുവന്നോ നമ്മളെയൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുമ്പോ അതിലങ്ങ് പേടിച്ചാൽ പിന്നെ ആ പേടി കാലാകാലം വേണ്ടി വരും. പിന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കും. അതിനാരാണ് നമ്മുടെ മുസ്ലിം എന്ന ചരിത്രമാകുന്ന കണ്ണാടിയിലേക്ക് നോക്കണം. ആ കണ്ണാടി തകർക്കാനാണ് പ്രത്യേക വിദ്യാഭ്യാസ നയങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക. ഒറീസ ഗവർണറായിരുന്ന, രാജ്യസഭ MP ആയിരുന്ന BN പാണ്ഡെ പോലും എഴുതി 156 ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ അന്ന് സംഭാവന കൊടുക്കുകയും അദ്ദേഹം അന്ന് ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് BN പാണ്ഡെ എന്ന് പറയുന്നവർ പോലും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 156ഓളം വരുന്ന അമ്പലങ്ങൾ ഗ്രാന്റ് കൊടുത്തിരുന്നു എന്ന്. മാത്രമല്ല ശ്രീരംഗം അവിടെ പോയി നോക്കൂ നിങ്ങൾ. മൈസൂർ കോട്ടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എന്തുള്ളത്? അവിടെ തന്നെയാണ് ശ്രീ രംഗനാഥ് ക്ഷേത്രമുള്ളത്. ഈ ഒരു ചരിത്രത്തെ നമസ്കരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഹിന്ദുക്കളെ നശിപ്പിക്കുന്ന ആളും അമ്പലങ്ങളെ നശിപ്പിക്കുന്ന ആളും വിഗ്രഹങ്ങളെ ധ്വംസിക്കുന്ന ആളും ഭീകരവാദിയുമായിട്ട് ചരിത്രത്തെ മാറ്റി എഴുതുകയാണ് BN പാണ്ഡെ. മാത്രമല്ല നമ്മൾ CK കരീമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. സഹായിച്ച ഒരുപാട് അമ്പലങ്ങളെ അന്നത്തെ ഗവൺമെന്റ് സഹായിച്ചത്. ഞാൻ പറഞ്ഞൊരു കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഭാഷ പാഴ്സിയായിരുന്നു. അത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഭാഷയാണ്. ആ പാഴ്സിയിൽ നിന്നാണ് ഉറുദു വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യം. ഒരു കാലത്ത് ഭരണഭാഷ പാഴ്സിയായിരുന്നു, സാഹിത്യഭാഷ ഉറുദു ആയിരുന്നു. ആ സാഹിത്യഭാഷയും ഭരണഭാഷയും മാറ്റിത്തിരുത്താൻ ശ്രമിച്ചത് ഒരു കാലത്ത് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമായിരുന്നു. നിങ്ങൾക്ക് ആലോചിതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിക്കുന്നത്. 1835 മക്കാളെ പ്രഭു എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രത്യേക ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. എന്തായിരുന്നു ആ വിദ്യാഭ്യാസ നയം? അത് അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു. ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് ഹൂ വേർ ഇന്ത്യൻ ഇൻ കളർ ആൻഡ് ബ്ലഡ്. അതായത് കളറിലും ചോരയിലൊക്കെ ഇന്ത്യക്കാരെ മാറ്റാം. എന്നാലോ അവർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് ആൻഡ് ഇന്റലക്ട്. അവരുടെ സംസ്കാരത്തിലും അവരുടെ ശൈലിയിലും അവരുടെ ചിന്തയിലും അഭിപ്രായത്തിലും ഒക്കെ ഇംഗ്ലീഷുകാരാക്കുക. അവരെ കോലത്തിലും വേഷത്തിലൊക്കെ ഇന്ത്യക്കാര്, സംസ്കാരത്തിലും അവരുടെ ടേസ്റ്റിലും ഒക്കെ പൂർണ്ണമായി ഇംഗ്ലീഷുകാരാക്കുക. അപ്പൊ നമുക്ക് മുസ്ലിം പാരമ്പര്യത്തെ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ പഴയ കാലത്തെ പ്രയോഗങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. മുൻസിഫ്, കോടതിയിൽ ഉപയോഗിക്കുന്ന മുൻസിഫ് അറബി പദമാണ്. അദാലത്ത് അറബി പദമാണ്. വക്കീൽ അറബി പദമാണ്. തഹസിൽദാർ, തഹസീലുദ്ദാർ അറബി പദമാണ്. എല്ലാം അറബി പദങ്ങളാണ്. കാരണം നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും അതായിരുന്നു. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പോയി നോക്കി നിങ്ങൾ. അദാലത്ത് അറബി പദമാണ്. ഭരണഭാഷ മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പൊ BN പാണ്ഡെ 1835 പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻസ്, ഒരു പുതിയ സമുദായത്തെ വാർത്തെടുക്കാൻ സാധിക്കണം. എങ്ങനത്തെ ആൾക്കാർ? ഹൂ വർ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ. കോലത്തിലും നിറത്തിലൊക്കെ ഇന്ത്യക്കാരായിക്കോട്ടെ, പക്ഷെ സംസ്കാരത്തിൽ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് ആൻഡ് ഇന്റലക്ട്. ചിന്താപരമായിട്ടൊക്കെ അവരെ ബ്രിട്ടീഷുകാരാക്കി ഇംഗ്ലീഷ് സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുക.
അവിടെയാണ് അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അബുൽ കലാം ആസാദ് പറഞ്ഞു, വി ഡു നോട്ട് റിജക്ട് വെസ്റ്റേൺ സയൻസസ്. ഞങ്ങൾ ഒരിക്കലും പാശ്ചാത്യ അറിവുകളെയും സയൻസിനെയും നിരാകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നില്ല. ബട്ട് വി റിഫ്യൂസ് ടു ആക്സെപ്റ്റ് ദം ഇറ്റ് എ ടേസ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് അവർ ഓൺ. ഞങ്ങളുടെ ഹെറിറ്റേജ്, ഞങ്ങൾ ആ പാരമ്പര്യം തകർത്തിട്ട് ഞങ്ങളുടെ ആദർശവും പാരമ്പര്യവും സംസ്കാരങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം. ഇതാണ് വേണ്ടത്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയാകാം, പഠനങ്ങളാകാം, പക്ഷെ സംസ്കാരങ്ങളെ മറിച്ചിടരുത്. അന്ന് മാറ്റം വരുത്തിയ പോലെ ഇപ്പൊ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതാണ്, ഇനി ചരിത്രങ്ങളെയും വിദ്യാഭ്യാസ നയങ്ങളൊക്കെ മാറ്റി നമുക്ക് അനുകൂലമാക്കണം. സംസ്ഥാന വകുപ്പിന് യാതൊരു അധികാരവും ഉണ്ടാകാൻ പാടില്ല. പഞ്ചാബ് ഒപ്പിട്ടു, പിന്നെ വേണ്ട പറഞ്ഞിട്ട് മേപ്പോട്ട് നോക്കുകയാണ്. തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല, ബംഗാൾ ഒപ്പിട്ടിട്ടില്ല, നമ്മുടെ കേരളം ഒപ്പിട്ടു. ഇപ്പൊ ധീരസ്ഥിതി പറഞ്ഞു ഇനി ഒപ്പിടു, അത് പിൻവലിക്കാൻ പോവാണ്. എത്രത്തോളം യാഥാർത്ഥ്യമാകും അറിഞ്ഞൂടാ. ഇതെന്തിനാ ഞാൻ നിങ്ങളെ പറയുന്നത്? വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്കൊരു ബോധം വേണം, എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്ന്. എല്ലാ മുസ്ലിം പാരമ്പര്യമുള്ള ചരിത്ര നഗരങ്ങളുടെയും പേരുകളൊക്കെ മാറ്റിയവര് എല്ലാം മാറ്റി. ഉസ്മാനാബാദ് ബാരാഷ്വി എന്ന പേരിലേക്ക് അവർ മാറ്റി. ഫിറോസാബാദ് ചന്ദ്രനഗറാക്കി, അലിഗഡ് ഹരിനഗറാക്കി, ഇങ്ങനെ ഫൈസാബാദ് എല്ലാവർക്കും അറിയാം അയോധ്യയാക്കി, ഹൈദരാബാദ് ഭാഗ്യനഗറാക്കി, ഇങ്ങനെ അഹമ്മദാബാദ് കരണവാദിയാക്കി, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടിപ്പു സുൽത്താനും ഹൈദറും ഒക്കെ ഏറ്റവും വലിയ ഭീകരന്മാരായ ചരിത്രങ്ങളെ മാറ്റും. അവസാനം ഏറ്റവും വലിയ നായകന്മാരായി ആരെ പഠിക്കേണ്ടി വരും? സവർക്കറിനെയും ഗോദ്സിയെയും ഒക്കെ നമ്മുടെ മക്കൾ പഠിക്കേണ്ടി വരും. അപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം സത്യം ഇതാണ് എന്ന്. മുമ്പൊരിക്കൽ വഴിതെറ്റി വന്ന ഒരു പുലിക്കുട്ടി, പ്രസവം കഴിഞ്ഞ് വഴിതെറ്റി വന്ന ഒരു പുലിക്കുട്ടി ആട്ടിൻ പറ്റത്തിന്റെ ഉള്ളിലേക്ക് പെട്ടു. 100-100ഓളം ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് പെട്ടപ്പോ ഈ പുലിക്കുട്ടി ഒറ്റക്കായി. പിന്നെ ആട്ടിൻകുട്ടികളെ കൂടെ വളർന്നത്, ആട്ടിൻകുട്ടികളെ കൂടെ പുല്ലും കടിച്ച് തിന്നങ്ങനെ സാധുക്കളായി എങ്ങനെ ജീവിച്ചു. അങ്ങനെ വളർന്നു വലുതായി. ഈ പുലിക്ക് മനസ്സിലായില്ല ഞാൻ പുലിയാണ് എന്ന്. അപ്പോഴും അത് ആട്ടിൻകുട്ടികളെ പോലെ നടക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പുലിക്കുട്ടി വിളിച്ചു പറഞ്ഞു, നീ പുലിയാണ് കേട്ടാ, നീ ഒരിക്കലും ആട്ടിൻകുട്ടിയല്ല, നീ പുലിയാണ്. പുലി ചോദിച്ചു, ഞാൻ അവരെ കൂടെ അല്ല, നീ പുലിയാണ്, നീ ഒന്ന് വാ എന്ന് പറഞ്ഞ് ജലാശയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഒരു അരുവിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് പുലിയോട് നോക്കാൻ പറഞ്ഞു. പുലി ആ വെള്ളത്തിലേക്ക് നോക്കി. ഇയാള് പറഞ്ഞു, ഇനി നീ നിന്റെ കൂടെയുള്ളവരിലേക്ക് നോക്കുക. പുലിക്ക് മനസ്സിലായി ഞാൻ പുലിയാണ്, ഞാൻ ആട്ടിൻകുട്ടിയല്ല എന്ന്. പക്ഷേ ആട്ടിൻകുട്ടികളെ കൂടെ വളർന്നപ്പോ പുലിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല ഞാൻ പുലിയാണ് എന്ന്. പക്ഷേ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു, ഇവന് പുലിയാണ് കേട്ടാ, ഇവൻ ആട്ടിൻകുട്ടിയല്ല എന്ന്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ അത്തരത്തിലുള്ള ലീഡർമാരെയാണ് വേണ്ടത്. നിങ്ങൾ ഉന്നതരായ പാരമ്പര്യമുള്ള ഏറ്റവും വലിയ ചരിത്രമുള്ള ഒരു വലിയ പരമ്പരയുടെ വക്താക്കളാണ് കേട്ടോ. 800 കൊല്ലം നിങ്ങളെ പ്രപിതാക്കന്മാരെ ഭരിച്ചു മുഗൾ ഭരണാധികാരികൾ, അവരുടെ പിൻഗാമികളാണ് നമ്മൾ പറയാൻ ചരിത്രകാരന്മാർ വേണം. ആ ചരിത്രമാകുന്ന കണ്ണാടിയെ പൂർണ്ണമായി തച്ചു നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ നയങ്ങൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്. 5 വർഷത്തോളമായി നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട 3000-ഓളം കോടിയെ തടഞ്ഞു നിർത്തിയത് ഇതിന്റെ പേരിലാണ്. ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിച്ചേൽപ്പിക്കുക. പക്ഷേ നമ്മൾ ഭീരുക്കളാകാൻ പാടില്ല. പറയേണ്ടടുത്ത് പറയാനും ചെയ്യേണ്ടടുത്ത് ചെയ്യാനും ഒക്കെ നമുക്ക് ബോധം വേണം, നമുക്ക് ഊർജവും ആർജവും വേണം. വലാ തഹിനു വലാ തഹ്സനു. നിങ്ങൾ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. മുസ്ലിം കൂട്ടായ്മകൾ ഒന്നായി ശബ്ദിക്കാൻ കഴിയണം. മുസ്ലിം സമുദായത്തിനൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ അതിന് പിന്തുണ കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ സംസ്കാരങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ക്യാമ്പസുകളിൽ നിന്ന് ഇസ്ലാമിക സംസ്കാരങ്ങൾ തച്ചുടച്ച് പൂർണ്ണമായി അതെല്ലാം ഇല്ലാതെയാക്കാൻ ആണും പെണ്ണും ഒരു വ്യത്യാസമില്ല. ഒരുമിച്ചിരിക്കാം, കാണാം, എന്താ ഇതിന് കുഴപ്പം? ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ വലിയ ക്യാമ്പസിൽ ഒരു വലിയ ഫ്ലക്സ് ബോർഡ്, ഒരു പെണ്ണിന്റെ നഗ്നമായ ശരീരം, ബേജാറായി നോക്കൊന്നും വേണ്ട. നിങ്ങൾ അമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും പെണ്ണ് തന്നെയാണ്. അതായത് സ്വന്തം മകളാണെങ്കിലും സ്വന്തം അമ്മയാണെങ്കിലും ലൈംഗികമായി ഭോഗിക്കാം എന്ന ഒരു ചിന്ത ചെറുപ്പത്തിലെ ഇട്ടുകൊടുക്കുക. എവിടുന്ന്? വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾ. ചിന്തിക്കുന്നത് രാഷ്ട്രീയം പറയല്ല, നമുക്ക് തകർന്നു പോകുന്ന സംസ്കാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ അങ്ങനെ പറയാണ്. എന്നിട്ട് അവര് പ്രസംഗിക്കുകയാണ്. അതിലെന്താ? അവനാന്റെ പൂന്തോട്ടത്തിൽ വളർന്ന പുഷ്പത്തെ അവനാൻ തന്നെയല്ലേ വാസനിക്കേണ്ടത്? അവനാൻ തീറ്റിപ്പോറ്റി വളർത്തിയ മകളെ അവനാൻ തന്നെ സുഖിച്ചൂടാൻ. ഇതാണ് ഇപ്പോഴത്തെ ലിബറൽ ചിന്ത. ഇതാ ലിബറൽ ചിന്ത. എന്റെ പെണ്ണിന് ആണിനെ തന്നെ കെട്ടാൻ പറ്റും, എന്താ ആണിനെ കെട്ടിക്കൂടെ? ഇതാണ് ഗേ സെക്സ്. എന്താ പെണ്ണിനെ കെട്ടിക്കൂടെ? ഇതാ ലെസ്ബിയൻ സെക്സ്. ഇതാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത് ഇന്നത്തെ പല പാർട്ടിക്കാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഇസ്ലാമിക പാരമ്പര്യം, സദാചാരം, ഇത് വളരണം. ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് വെച്ച് ഒക്കെ പയച്ചു. അതല്ല ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചുമരിൽ കവാടത്തിന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഡോക്ടർക്ക് പിഴച്ചാൽ ഒരു രോഗിയെ മരിക്കൂ, ഒരു എഞ്ചിനീയർക്ക് പിഴച്ചാൽ ഒരു പാലമേ തകരൂ, ഒരു ബിൽഡിംഗെ തകരൂ, ഒരു അധ്യാപകന് പിഴച്ചാൽ
ഒരു സമൂഹം മുഴുവനും തകരും. വിദ്യാഭ്യാസ നയങ്ങൾ മാറ്റി എഴുതിയാൽ ഒരു തലമുറകൾക്ക് മുഴുവനും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അതിന് സമ്മതിക്കാൻ പാടില്ല, ഒരിക്കലും അതിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അടിയറവ് പറയാതെ സമരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈമാനും തഖ്വയും ഉണ്ടെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ അവരും തയ്യാറാവും. കാരണം മുസ്ലിം ഉമ്മത്തിനെതിരെയുള്ള ഒരു ശരീഅത്തിനെതിരെയുള്ള ഒരു നിയമം പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എല്ലാവരും ആ നിയമത്തിനെതിരായിട്ട്, ഇസ്ലാമിക നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിൽ ഒപ്പുവെക്കാൻ പോവാണ്. അവസാനം മുത്തഖയായ തഖ്വയുണ്ടായിരുന്ന ബി പോക്കർ സാഹിബ് പാർലമെന്റിൽ എഴുന്നേറ്റ് പറഞ്ഞു, നെഹ്റു, അത് എന്റെ ഉമ്മത്തിന്, എന്റെ ദീനിനെതിരാണ്. ഉടനെ എല്ലാവരും എതിർത്തപ്പോഴും അന്ന് നെഹ്റു പറഞ്ഞു, പോക്കർ സാഹിബ് ജനാബ് ആപ്കേലി, നിങ്ങൾക്ക് വേണ്ടി ഞാനത് മാറ്റിവെക്കുന്നു എന്ന്. ഒരൊറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് ഈമാൻ തഖ്വയുണ്ടെങ്കിൽ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം, പണ്ഡിതന്മാർക്കും വേണം. അത് ഞാൻ വെറുതെ പറയല്ല. ബാക്കിയാത്ത സ്വാലിഹാത്തിൽ ബാക്കവി ഡിഗ്രി എടുത്തൊരു മൂല്യാരായിരുന്നു. ആര്? കായിദമിൽ ഇസ്മായിൽ സാഹിബ് ബാക്കവിയാണ്. ഹുദവി ബാക്കവി ഫൈസി എന്നൊക്കെ പറഞ്ഞ പോലെ ബാക്കിയാത്ത കോളേജിൽ നിന്ന് ബാക്കവി ഡിഗ്രി എടുത്തൊരു മതപണ്ഡിതനായിരുന്നു അബുൽ കലാം ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ഇസ്ലാമിക് നമ്മുടെ ചരിത്രങ്ങളെ തമസ്കരിക്കുമ്പോ, നമ്മുടെ പാരമ്പര്യത്തെ തച്ചുടക്കുമ്പോ ദീനിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ചില്ലറ വിഷയമല്ല. ഇപ്പൊ ഇതാ SIR വരുന്നു, ബീഹാറിലൊക്കെ നടപ്പിലാക്കിയ പോലെ പുതിയൊരു വോട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇങ്ങനെ മെല്ലെ മെല്ലെ ശത്രുക്കൾ നമ്മിലേക്ക് വലിഞ്ഞ് കയറി വരുമ്പോ തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയാനുള്ള ശക്തി നമുക്ക് വേണം. ഒന്നാമതായി ബേസിക്കലി നമുക്ക് വേണ്ടത് ഈമാൻ തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുർക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീനിന്റെ സംസ്കാരങ്ങൾ നമ്മൾ സഹായിക്കുക, ദീനിന്റെ ചിഹ്നങ്ങളെ നമ്മളായിട്ട് കൊണ്ടു നടക്കുക, നമ്മൾ തന്നെ തകർക്കരുത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പാണ് പള്ളുരുത്തി സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ഇട്ട് വന്നപ്പോ പ്രശ്നമായത്. ഇതുവരെ ആ പെൺകുട്ടി ഹിജാബ് ഇടാതെ വന്നീന്, അതാരും ചർച്ച ചെയ്യണില്ല. ഒരു ദിവസം ഹിജാബ് ഇട്ട് വന്നപ്പോ പുറത്താക്കിയപ്പോ ഭയങ്കര പ്രശ്നം. ഇത്രയും കാലം ഹിജാബ് ഇടാതെ വന്നത് അത് ആർക്കും പ്രശ്നമല്ല. ഇപ്പഴും ഹിജാബ് ഇടാതെ, ഹിജാബ് ഇടാൻ മുഖം മറക്കണതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ശിരോവസ് തല മറക്കണതിനെ പറ്റിയാ. എത്രയും കാലം തല മറക്കാതെ വന്നതും ആർക്കും ചർച്ചല്ല. എത്രയോ പെൺകുട്ടി തല മറക്കാതെ വരുന്നുണ്ട്, അതും പ്രശ്നമല്ല. അപ്പോൾ ചിന്തിക്കല്ല, ഇസ്ലാമാണ് അത്രയൊക്കെ തന്നുള്ളൂ. ഇത് കുറച്ച് മൂല്യാക്കന്മാര് ഖുറാഫാത്ത് പറയാണ്, അത് ഇത് കുറച്ച് മൂല്യന്മാര് വെറുതെ 6-ാം നൂറ്റാണ്ടിക്ക് ബസ് തരികയാണ്, ഇവരൊക്കെ തല മറക്കാതെ വരുന്നുണ്ട്, എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരാനാണ് ക്യാമ്പസിലൊക്കെ പലപ്പോഴും മതനിരീശ്വരവാദികളും അല്ലെങ്കിൽ പലപ്പോഴും ലിബറൽ ചിന്താഗതിക്കാരും പരിശ്രമിക്കുന്നത്. ഒരുപാട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുക, കല്യാണം കഴിച്ചാതെ വരിക. ഒരുപാട് മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യുക, ഹിന്ദുക്കളെ കൂടെ കല്യാണം കഴിച്ചു പോവുക. അതിങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുക. ഒരു മുസ്ലിം താത്ത തലയൊക്കെ മറച്ചിട്ട് ഒരു ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ കൂടെ, നിരീശ്വരവാദിന്റെ കൂടെ കല്യാണം കഴിച്ചു പോയി, രജിസ്റ്റർ കല്യാണം കഴിഞ്ഞാൽ അമ്പലത്തിൽ അത് ഇങ്ങോട്ട് വൈറലാക്കുക. അത് പാർട്ടി ഓഫീസിൽ നിന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക. അതിങ്ങനെ വൈറലാക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും, ഇതൊക്കെ ഇപ്പൊ എല്ലാം നടക്കണല്ലേ, എന്താ പേര് പ്രശ്നം, എന്താ പേര് കുഴപ്പം? ഇതിങ്ങനെ സാർവത്രികമായൊരു ചിന്ത മനസ്സിലേക്ക് വരും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളാൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് കോട്ടം തട്ടരുത്. അതിനെ സംരക്ഷിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നർത്ഥം. നമ്മളാൽ ഒരിക്കലും തകർത്തു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മളൊരിക്കലും നമ്മുടെ ചിഹ്നങ്ങൾ തകർന്നു പോകരുത്. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ശക്തി നൽകുമാറാവട്ടെ. അതാണ് ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ എന്ന് പറയുന്നത്. പരീക്ഷണങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതൊക്കെ മുൻകാലങ്ങളിലും നേരിട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയാലും, ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയാലും നമ്മൾ ശരിക്കും ചിന്തിക്കണം. രാജ്യത്തിനും മതേതരത്വം പോയിട്ട് ഒരു മതം, ബഹുസ്വരത പോയിട്ട് ഒരു സ്വരം മതി, ബഹുസ്വരം വേണ്ട. മതേതരത്വം പോയിട്ട് അത് വേണ്ട, ഒരു മതം മതി. ഈ ഒരു ചിന്തയിലേക്ക് വരാൻ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ മാറ്റി എഴുതാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഉണർന്നു നിൽക്കേണ്ടതാണ്. അരാഷ്ട്രീയവാദത്തിനെതിരെ നമ്മൾ പ്രവർത്തിച്ച് ഉണർന്ന് മുന്നോട്ട് പോകേണ്ടവരാണ്. അള്ളാഹു നമുക്ക് ഉത്തമ ബോധം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാണ് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. കണ്ടില്ല എന്തിനും ഞാനൊക്കെ എത്ര ലോക രാജ്യങ്ങളൊക്കെ എത്ര വലിയ സന്തോഷത്തോടെ ആവേശത്തോടെ ആയിരുന്നു കഴിഞ്ഞ ഹമാസ് ഇസ്രായേൽ കരാറിനെ കണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? 100-150ഓളം പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളെ ഇന്നലെയും കൂടി ഇസ്രായേൽ കൊന്നു തള്ളിയിട്ടുണ്ട്. ഓരോ വഞ്ചനയും ചതിയും കൊണ്ടുവന്ന് കൊന്നു തള്ളുകൊണ്ട്. അത് ഇസ്ലാമിൽ നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്നൊരു വലിയ ഒരു വാക്യമുണ്ടല്ലോ. ഒരു വീട് തകർന്ന് തീ പിടിച്ചാലും ഒക്കെ നശിച്ചാലും, അലമാര കത്തി, വണ്ടി കത്തി, ഡ്രസ്സ് കത്തി, എല്ലാം കത്തിയാലും ആ വീട്ടിൽ കത്താത്ത ഒരേ സാധനം ഉണ്ടാകും. അത് മൺപാത്രങ്ങളായിരിക്കും. എല്ലാം കത്തിയിട്ടുണ്ടാകും. ഇരുമ്പിന്റെ ബസ് പോലെ ഒക്കെ കത്തിപ്പോവും. പക്ഷെ ആ വീട്ടിൽ കത്താത്തത് ഒന്നേ ഉണ്ടാവുള്ളൂ, അത് മൺപാത്രങ്ങളാണ്. കാരണം ആ മൺപാത്രം ഉണ്ടായത് ചൂടിലാണ്.
ചൂട് കൊണ്ടാണ് മൺപാത്രമായത്, അതുകൊണ്ട് തീയിരുണ്ടായത്. ഏത് അഗ്നിയിലും തകർന്നു പോകരുത്. ഇസ്ലാമിന്റെ വളർച്ച അങ്ങനെയാണ്, പരീക്ഷണങ്ങളെ കൊണ്ടാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷണങ്ങളുടെ തീച്ചൂളയായിരുന്നു. സമ്പത്ത് മുഴുവനും പോയി, മക്കളൊക്കെ മരണപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാ കൃഷികളും നശിച്ചു പോയി, മൃഗങ്ങൾ മരിച്ചു, എല്ലാം മരിച്ചു. അവസാനം ആരുമില്ല, ഉള്ള ഭാര്യമാരും ഇട്ടേച്ചു പോയി. ആരാരുമില്ലാതെ നിൽക്കുമ്പോഴാണ് മരുന്നുമായി ഇബ്ലീസ് വരുന്നത്, മരുന്നുമായി ശുദ്ധ പാനീയവുമായി ഇബ്ലീസ് വരുന്നത്. എന്നിട്ട് അയ്യൂബ് നബിയുടെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, ഇത് കുടിക്കൂ, നിങ്ങൾക്ക് സുഖം കിട്ടും, നിങ്ങൾക്ക് ശിഫാ കിട്ടും, നിങ്ങളുടെ രോഗത്തിന്റെ ശമനം ഈ വെള്ളത്തിനുണ്ട്. അയ്യൂബ് നബി സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, എല്ലാവരും എന്നെ ഇട്ടേച്ചു പോകുമ്പോ അങ്ങേക്കെങ്കിലും എനിക്ക് വെള്ളം തരാൻ തോന്നിയല്ലോ. പിന്നെ നോക്കുമ്പോൾ അത് മദ്യമാണ്, കള്ളാൻ. അയ്യൂബ് നബി ചോദിച്ചു, ഇതെനിക്ക് സാധ്യമല്ല, ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ അവിടെ നിന്ന് ആട്ടിയോടിക്കുന്നുണ്ട്. ഈ സമയത്ത് പോലും വലിയ മോഹന വാഗ്ദാനങ്ങളുമായി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ ഇബ്ലീസ് വന്ന പോലെ തെരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെ വരുമ്പോ മോഹന വാഗ്ദാനങ്ങളുമായി വർഗീയ ശക്തികൾ നമ്മുടെ പിന്നിലേക്ക് വന്നാലും ഏത് പരീക്ഷണങ്ങളെയും ഏത് വലിയ മതിൽക്കെട്ടുകളെയും ഭേദിച്ചു കളയാൻ ഈമാനും തഖ്വ കൊണ്ട് നമുക്ക് സാധിക്കണമെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ ലോകത്ത് വളർന്നിട്ടുള്ളത്. പരീക്ഷണങ്ങളാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാതെ കർബലയുടെ മണ്ണിൽ ഹുസൈൻ തങ്ങളുടെ പേരക്കിടാവ് 1.5 വയസ്സായിട്ടുള്ളൂ. ഹുസൈൻ തങ്ങൾ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞു, എന്റെ 1.5 വയസ്സുള്ള കുട്ടിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കും ശത്രുക്കളോട്. അവർ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കാം, അവളെ കടത്തിക്കോളി. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ അവിടത്ത് മാറ്റിക്കടത്തി. എന്തിന്? ഒരു വെള്ളം കൊടുക്കുന്നു കരുതിയിട്ടാ. ഒന്നിങ്ങോട്ട് മാറി നിന്നിപ്പോഴാണ് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു പൈതലിന്റെ വായിലേക്ക് നേരിട്ടവർ അമ്പ് ചെയ്തിട്ട് കുട്ടിയെ കൊന്നുകളയുന്നത്. ഈ പാരമ്പര്യമാണ് അന്നും അവിടങ്ങളിൽ ഉള്ളത് എന്ന് ചിന്തിച്ചാൽ പിന്നെ എന്തിനാ നമ്മൾ ഭയക്കേണ്ടത്? പിന്നെ ഒരു ഉണല് വരുമ്പോഴേക്ക് ബേജാറാണ് ആൾക്കാരാണോ നമ്മള്? ഒരു മൂലക്കുരി വരുമ്പോഴേക്ക് ബേജാറാകുന്ന ആൾക്കാരാണോ നമ്മള്? ഇത്രമേൽ വിഷമങ്ങളും പ്രയാസവും ബുദ്ധിമുട്ടുകൾക്ക് വരുമ്പോഴും പ്രിയപ്പെട്ടവരെ വിഷമിക്കരുത്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.